അമ്മന്റെ മുത്തിനറിഞ്ഞൂടെ നമ്മക്ക് നിക്കാൻ കഴിയില്ലാണ്ട് നിന്റെ മുത്തില്ലാതെ ജീവിക്കാൻ കഴിയില്ല നമുക്ക് അറിഞ്ഞൂടെ. എന്റെ കുട്ടീന്റെ മുഖത്തെ മാറിപ്പോയല്ലോ. എന്തിനു ബാബേജ് ചെയ്തത്? എന്തിനമ്മ ചെയ്തത്? എന്തിനു സ്വന്തം ചെയ്തത്? എല്ലാരും അറിഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ്. ഒരു സഹോദരൻ അപമാന ഭാരം സഹിക്കവയ്യാതെ ജീവൻ ഒടുക്കി എന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പൊ നമ്മുടെ കേരളത്തിൽ വളരെയധികം ചർച്ചയാവുന്നത്. സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ വേണ്ടിയിട്ട് ഒരു നാണം കെട്ടവൾ കാണിച്ചു കൂട്ടിയ പ്രവൃത്തിയുടെ ഫലമായിട്ട് മാതാപിതാക്കൾക്ക് അവരുടെ മകനെ നഷ്ടപ്പെട്ടു. ആകെ ഒരേ ഒരു മകൻ മാത്രമായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. ആ മാതാപിതാക്കളുടെ കണ്ണീരിനുണ്ടല്ലോ അവളും അവളുടെ കുടുംബവും നശിച്ച് വെണ്ണീറാവത്തേ ഉള്ളൂ. പിന്നെ മരണപ്പെട്ടു പോയ ദീപക് എന്ന് പറയുന്ന ആ ഒരു സഹോദരന്റെ മാതാപിതാക്കൾക്ക് പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം. കാര്യങ്ങൾ കംപ്ലീറ്റ് എന്റെ മോനാന്ന് നോക്കണത്. ഒരു കാര്യത്തിന് പറഞ്ഞേക്കില്ല. എന്റെ മോനെല്ലാ കാര്യങ്ങളും ചെയ്യണത്. ഇനി എനിക്ക് ആരുണ്ട്? എനിക്ക് എന്റെ കുട്ടീന്റെ അടുത്തേക്ക് പോയാൽ മാത്രം മതി. എനിക്ക് നീ വേറെ ഒന്നും വേണ്ടേ. ആർക്കും നീ കൊടുക്കണ്ടേ. ആർക്കും അങ്ങനത്തെ രോഗം നീ ആർക്കും കൊടുക്കണ്ടേ. അയ്യോ ഞാനെങ്ങനെ നീ സഹിക്കണതൊക്കെ എനിക്ക് സഹിക്കാൻ കഴിയില്ലല്ലോ. എനിക്ക് സഹിക്കാൻ കഴിയില്ലല്ലോ. എന്റെ കുട്ടിയെ അമ്മന്റെ മുത്ത് അമ്മനെ കാത്തു നിൽക്കുകയാണമ്മ. അമ്മനെ കാത്തു നിൽക്കുകയാണ് അമ്മന്റെ മുത്ത്. വരമ്മ അമ്മ വരമ്മ അമ്മ വരമ്മ. അമ്മന്റെ നിൽക്കാണ്. അമ്മന്റെ മുത്ത് അമ്മനെ കാത്തു നിൽക്കാണ്. വരമ്മ അമ്മ വരമ്മ അമ്മ വരമ്മ. അമ്മ ഇവിടെ കിടന്നു. അമ്മന്റെ മുത്തിന്റെ അടുത്തേക്ക് വരൂ. അമ്മന്റെ മുത്തിന്റെ അടുത്തേക്ക് വരൂ. എന്റെ മുത്തിന്റെ അടുത്തേക്ക് വേഗത്ത് വരൂ അമ്മ. ഇവിടെ നിൽക്കൂലമ്മ. അമ്മ മുത്തില്ലാതെ അമ്മക്ക് ജീവിക്കാൻ കഴിയൂലേ. എന്റെ മുത്തില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയൂലല്ലോ. എന്റെ കുട്ടിയെ ആരോടും ഒന്നും പറയാത്തൊരു കുട്ടിയുടെ അതാണ് എന്റെ കുട്ടി ഇത്ര വേദന വരാൻ കാരണം. എന്നാൽ ഒരു വാക്കിനോട് എന്റെ കുട്ടിക്ക് പറഞ്ഞുവിടനോ. ഒരു വാക്ക് പറഞ്ഞാണ് ഞാൻ എന്റെ മോന്റെ അടുത്ത് തന്നെ പോയി കിടക്കല. ഇന്നറിയിച്ചില്ല എന്റെ കുട്ടി. ഇന്നറിയിച്ചില്ല എന്റെ മുത്തേ. അമ്മന്റെ മുത്ത് അവിടമ്മ എവിടെ പോയടമ്മ. അമ്മ കരയുന്നത് കണ്ടില്ലേ? ആ അമ്മയും അച്ഛനും എങ്ങനെ ഈ ഒരു വിയോഗ വാർത്ത അവര് സഹിക്കും ഒന്ന് ആലോചിച്ച് നോക്കണം. യാതൊരുവിധ പ്രശ്നങ്ങളോ കുഴപ്പങ്ങളോ ഒന്നും ഉണ്ടാക്കാത്ത ഒരു നല്ലൊരു മനുഷ്യൻ. ആ ഒരു മനുഷ്യനെ കുറിച്ച് നാട്ടുകാർ പോലും പറയുന്നത് കേൾക്കണം. ഒരു രീതിയിലുള്ള ഒരു മോശ സ്വഭാവമുള്ള ഒരു ആളല്ല ഈ ദീപക് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ. അച്ഛനും അമ്മയ്ക്കും ഏക മകനാണ് ദീപക്. അവരുടെ ആശ്രയമായിരുന്നു. ആ പ്രായമായ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ട് ജീവിക്കുന്ന ഒരു മകനായിരുന്നു. എന്തായാലും ഈ ഒരു രീതിയിൽ ആ ഒരു മകന്റെ ജീവൻ നഷ്ടപ്പെട്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ സഹിക്കാൻ കഴിയുന്നില്ല. ആ അമ്മ പറഞ്ഞ് കരയുന്ന കേട്ടല്ലോ. മോനെ അമ്മയും വരുന്നു, മോന്റെ അടുത്തേക്ക് അമ്മയും വരുന്നു എന്നുള്ള രീതിയിൽ ആ അമ്മയുടെ കരച്ചിൽ കണ്ടില്ലേ? അവരെങ്ങനെ സഹിക്കുമെന്നൊന്ന് ആലോചിച്ച് നോക്കണം. ഈ ജീവിത അവസാനം വരെ ഈ ഒരു മകന്റെ ഈ ഒരു മരണത്തെ ഓർത്ത് അവര് നീറി അവര് ജീവിക്കണ്ടേ? കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ ഉൾപ്പെടെ ഈ ഒരു വാർത്ത മറക്കും. ഇതിന് കാരണക്കാരിയായിട്ടുള്ള അവൾ ഉൾപ്പെടെ അവളുടെ സുഖം സന്തോഷം തേടി അവൾ പോകും. പക്ഷെ ഈ ഒരു അച്ഛന്റെ അമ്മയുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. ആരൊക്കെ മറന്നാലും ഈ അച്ഛനും അമ്മയ്ക്കും ആ ഒരു മകനെ മറക്കാൻ പറ്റുമോ? ഇവരുടെ ജീവിത അവസാനം വരെ ആ ഒരു മകനെ ഓർത്ത് അവർ ജീവിക്കേണ്ടി വരും. മകനാണ് കല്യാണം പോലും കഴിച്ചിട്ടില്ല. ഈ ഒരു അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ട് ജീവിക്കുന്ന ഒരു മകൻ. എങ്ങനെ അവരിത് സഹിക്കുമെന്ന് ഓർക്കുന്നത്. ദൈവത്തിനോട് പറയാനുള്ള ഇതെല്ലാം സഹിക്കാനുള്ള ഒരു സഹനശക്തി ദൈവം അവർക്ക് കൊടുക്കട്ടെ, ആ ഒരു അച്ഛനും അമ്മയ്ക്കും. അതുപോലെ തന്നെ ദീപകിന്റെ സുഹൃത്തുക്കളൊക്കെ എന്തോരം എന്താ പറയാ, അവരൊക്കെ പൊട്ടിക്കരയാണ് ദീപകിന്റെ ഈ ഒരു മരണ വാർത്ത കേട്ടിട്ട്. അതായത് ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. ഒരുത്തി സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ വേണ്ടി കാണിച്ചു കൂട്ടിയ തെമ്മാടിത്തരത്തിന്റെ ഫലമാണ് ഇന്ന് ആ മാതാപിതാക്കളും ഒരു നാടും കുടുംബവും കൂട്ടുകാരും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇതിനൊരു പ്രതിവിധി? കാരണക്കാരി ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ അവൾ ഈ ഒരു കേസിൽ നിന്ന് പുല്ലുപോലെ ഊരിപ്പോരും. ഇതൊക്കെ പോട്ടെ, ദീപക് എന്ന് പറയുന്ന വ്യക്തി മരണപ്പെട്ടു എന്ന് അറിഞ്ഞിട്ട് പോലും അവൾക്ക് യാതൊരുവിധ കൂസലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഈ ഒരു മരണത്തിന് ശേഷം ഏഷ്യാനെറ്റ് ന്യൂസിൽ നിന്ന് ഇവളെ വിളിച്ച് സംസാരിച്ചു. ആ സംസാരിക്കുന്ന സമയത്ത് ഇവള് ഇപ്പോഴും
അയാള്, അതായത് ദീപക് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ ഇവളുടെ അടുത്ത് ലൈംഗിക അതിക്രമം കാണിച്ചു എന്ന് തന്നെ ഇവൾ ആ ഒരു സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു സഹോദരന്റെ മരണ വാർത്ത അറിഞ്ഞിട്ടും അവക്കൊരു കൂസലും ഇല്ല. കാരണം അവള് വൈറലായല്ലോ. അവളുടെ നാണം കെട്ട വൈറല്. എനിക്ക് പറയാനുള്ള, ഇവളെ നാട്ടുകാർ തന്നെ കയറി തല്ലണം ഇവളെ. ഇവളെ ഏതവളാണെങ്കിലും. ഒരു വക്കീലിനെ കണ്ട് സംസാരിക്കാൻ, നീ വക്കീലിന്റെ നമ്പർ ആയിരുന്നെങ്കിൽ നീ ഇതാക്കി വെച്ചോ എന്നൊക്കെ പറഞ്ഞാണ്. എടാ ഞായറാഴ്ച വരാം, ഞായറാഴ്ച നമുക്ക് എന്തായാലും സംസാരിക്കുക, ഈ വിഷയം സംസാരിക്കാം. തൽക്കാലം നീ എന്തായാലും ഇത് പുറത്തേക്ക് ഇറങ്ങണ്ട, നീ വീട്ടിലിരുന്നാണ്. ഇതിപ്പോൾ വൈറലായതല്ലേ. ഇനിയിപ്പോൾ മാനേജറൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ആൾക്കാർ എന്തെങ്കിലും തരത്തിലുള്ള സംസാരം വരണ്ടെന്നുള്ള രീതിയിലാണ്. നീ അവിടെ നിന്ന് നിൽക്ക്, നാളെ രാവിലെ ഞാൻ വീട്ടിലേക്ക് വരാം, വന്നിട്ട് ഞങ്ങൾക്ക് ഒരു അഡ്വക്കേറ്റിനെ കാണാം, സംസാരിക്കാം, ലീഗലായിട്ട് പ്രൊസീജ് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞിട്ടുള്ളൂ. അത് പറഞ്ഞ് ഞാൻ നേരെ വീട്ടിൽ പോയിട്ട് ഫോൺ 2 സ്വിച്ച് ഓഫ്. എനിക്ക് ടയർഡ് ആയതുകൊണ്ട് രാവിലെ ഞായറാഴ്ച ദിവസമാണ്, ലീവുള്ള ദിവസമാണ്, ആരും കോൾ ചെയ്ത് ബുദ്ധിമുട്ടിക്കേണ്ട വെച്ചിട്ട് ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് കിടന്നതാണ്. ഇന്ന് രാവിലെ ഫോൺ 6 മണിക്ക് അലാറം അടിഞ്ഞ് ഫോൺ ഓൺ ആയാടാണ് എനിക്ക് കോൾ വരുന്നത്, ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട്. ഇവനാണെങ്കിൽ ഇവിടെ ആകെ അച്ഛനമ്മയും മാത്രമേ ഉള്ളൂ, പ്രായാധികമുള്ള അച്ഛനമ്മ മാത്രമേ ഉള്ളൂ, വേറൊരു റിലേറ്റീവും ഇല്ല. അവർ രണ്ടാളും അവന് മാത്രമേ ഇവിടെ താമസിക്കുന്നുള്ളൂ, വേറെ ആരുമില്ല. പിന്നെ എന്തെങ്കിലും സഹായം കാര്യമൊക്കെ ഉണ്ടെങ്കിൽ അവൻ ഞങ്ങളെ വിളിക്കും, റൂട്ട് പോയിട്ട് ഞങ്ങളെ വിളിക്കൂ, ഞങ്ങളിവിടെ അടുത്തുള്ളവരാണ്, വേഗം വരൂ, അങ്ങനെയൊക്കെ ഉള്ള ഇതാണ്. ഇതിങ്ങനെ ഒരു സംഭവം എന്തായാലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഇതിന് പിന്നിൽ എന്ത് പ്രവൃത്തി ആര് ചെയ്തതായാലും അത് തക്കതായ ശിക്ഷ കിട്ടണം. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, ഈ ഒരു കേസിൽ ഇവൾക്കെതിരായിട്ട് നിയമവ്യവസ്ഥയോ അല്ലെ പോലീസുകാരോ പ്രത്യേകിച്ച് ഒരു നടപടിയോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ പോകുന്നില്ല. പക്ഷെ നമ്മൾ പൊതുജനങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കണം, ഇവൾക്കെതിരെ പ്രതികരിക്കണം. അവൾക്ക് നിയമത്തിന്റെ കയ്യിൽ നിന്ന് ഒരുപക്ഷെ അവൾ രക്ഷപ്പെടുമായിരിക്കും, പക്ഷെ ജനങ്ങളുടെ കയ്യിൽ നിന്ന് ഇവള് രക്ഷപ്പെടാൻ പോകുന്നില്ല. കാരണം അത്രത്തോളം ജനങ്ങളാണ് ഈ ഒരു വിഷയത്തിൽ അവൾക്കെതിരായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഒന്നും അറിയാത്ത ഒരു സഹോദരന്റെ ജീവൻ ആ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇവൾ അതിന് വേണ്ടിയിട്ട് അവൾ കാത്തു നിൽക്കുവാൻ, അതിന് വേണ്ടിയിട്ട് അവൾ ചെന്ന് മുട്ടിക്കൊടുത്തു. അതുകൊണ്ട് തന്നെ ഇവൾ ഒറ്റൊരുത്തി കാരണം ഇവളുടെ സോഷ്യൽ മീഡിയ റീച്ചിന് വേണ്ടിയിട്ട് ഒരു ചെറുപ്പക്കാരന്റെ ജീവൻ കുരുതിക്ക് കൊടുത്തു. അവൾക്ക് നിയമ നടപടിയും യാതൊരുവിധ ശിക്ഷയും കൊടുത്തില്ലെങ്കിലും ജനങ്ങൾ ഇവൾക്ക് കൊടുക്കും. ഇവൾ തെറ്റുകാരിയാണെന്ന് ജനങ്ങൾ വിധി എഴുതി കഴിഞ്ഞു. അതുപോലെ തന്നെ ആ ഒരു മരണപ്പെട്ടു പോയ സഹോദരന്റെ കുടുംബം, ആ അച്ഛനും അമ്മയും, അവരുടെ ശാപം എന്നും ഇവളുടെ തലയ്ക്ക് മുകളിൽ തന്നെ ഉണ്ടാവും. ആയിക്കോട്ടെ, എൻ്റെ കുട്ടിക്ക് എനിക്കുള്ള യോഗം ഇനി വേറെ ഒരമ്മമാർക്ക് ആർക്കും വരരുത്. അത് മാത്രമേ എനിക്കൊരു പ്രാർത്ഥനയുള്ളൂ. എൻ്റെ മോൻ പോയ മാതിരി ഞാൻ ആർക്കും ഉണ്ടാവരുത്. അത്ര വേദനിച്ചിട്ടാണ് ഞാനിത് പറയണത്. എൻ്റെ കുട്ടി അങ്ങനത്തെ ഒരു കുട്ടിയേ അല്ലല്ലോ, ഒരു ചീത്ത സ്വഭാവം ഇല്ലാത്തൊരു മോനാണല്ലോ. അതിനുള്ള എല്ലാ കള്ളാസുകളും ഞങ്ങളുണ്ട്. വക്കീലത്ത് പോയിന് അവര് അതിൻ്റെ വേണ്ടമാതിരി എല്ലാം ചെയ്തിട്ടുണ്ട്. യുവതിക്കെതിരെ അല്ലാതെയും പരാതികൾ പോയിട്ടുണ്ട്, കേസെടുക്കുമെന്നുള്ള തരത്തിൽ. അത് പരാതി കൊടുത്തിട്ടുണ്ട്, പുറമേ നിന്ന് ആൾക്കാർ കൊടുത്തിട്ടുണ്ട് ഇതായിട്ട്. ഇനി ഇതേമാതിരി വേറെ ആർക്കും ഞങ്ങൾക്ക് വന്ന അതിൽ ആർക്കും വരരുത്.